സൂറത്ത് ആൽ-കഹ്ഫ് ക്വിസ്. വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യാൻ നബി പഠിപ്പിച്ച അധ്യായം ഏത്? സൂറത്ത് അൽ-കഹ്ഫ്. 2. ദുൽഖർനൈന്റെ ചരിത്രം വിശദീകരിക്കുന്ന ഖുർആൻ അധ്യായം ഏത്? സൂറത്ത് അൽ-കഹ്ഫ്. 3. ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാൻ നബി മനഃപ്പാഠമാക്കാൻ നിർദ്ദേശിച്ച അൽ-കഹ്ഫിലെ സൂക്തങ്ങൾ ഏത്? ആദ്യ 10 ആയത്തുകൾ. 4. ചന്ദ്രമാസ കലണ്ടർ പ്രകാരം ഗുഹാവാസികൾ ഗുഹയിൽ താമസിച്ച വർഷങ്ങൾ എത്ര? (309 വർഷം). 5. സൂറത്ത് അൽ-കഹ്ഫിൽ പറയപ്പെട്ട നബിയുടെ പേര് ഏത്? മൂസ അലൈഹിസ്സലാം. 6. ഖിദ്ർ പുനർനിർമ്മിച്ച മതിൽ ആരുടെ ഉടമസ്ഥതയിലായിരുന്നു? പട്ടണത്തിലെ 2 അനാഥ കുട്ടികളുടേത്. 7. സൂറത്ത് അൽ-കഹ്ഫിൽ പരാമർശിച്ച നായയുടെ പേര് എന്ത്? ഖിത്മീർ. 8. കടലിൽ സഞ്ചരിച്ചിരുന്ന ദരിദ്രരുടെ കപ്പൽ ഖിദ്ർ തകർത്തതിന്റെ കാരണം എന്ത്? പിന്നിൽ വരുന്ന രാജാവിൽ നിന്ന് രക്ഷിക്കാനായി. 9. ഗുഹാവാസികൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് പ്രഖ്യാപിച്ചത് ഏത് രാജാവിനോടാണ്? ദഖ്യാനൂസ്. 10. ഗുഹാമുഖത്ത് അവരുടെ പേരുകൾ രേഖപ്പെടുത്തിയ ഫലകത്തിന്റെ പേര് എന്ത്? റഖീം. 11. ഗുഹാവാസികളുടെ എണ്ണം എത്ര? ഏഴ് യുവാക്കൾ. 12. ഗുഹയുടെ പ്രത്യേകത എന്തായിരുന്നു? സൂര്യപ്രകാശം നേരിട്ട് പ്രവേശിക്കാത്ത ഗുഹ. 13. ഇൻഷാ അല്ലാഹ് എന്ന് പറയണമെന്ന് സൂചിപ്പിക്കുന്ന സൂറത്ത് അൽ-കഹ്ഫിലെ ആയത്ത് ഏത്? ആയത്ത് 23-24. 14. സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായി നബി പറഞ്ഞ നായ ഏത്? ഗുഹാവാസികളുടെ നായ. 15. ഗുഹാവാസികളുടെ നായയ്ക്ക് നബി നൽകിയ വാഗ്ദാനം എന്ത്? സ്വർഗപ്രവേശനം. 16. ഖുർആന്റെ ആദ്യ പകുതിയിലെ അവസാന പദം ഏത്? വലിയത്ത ലത്ഫ്. 17. മൂസ അലൈഹിസ്സലാം ഖിദ്റിനൊപ്പം യാത്ര ചെയ്തതിന്റെ പിന്നിലെ ലക്ഷ്യം എന്ത്? തനിക്കുമേൽ അറിവുള്ളവർ ഉണ്ടെന്ന് അറിയിക്കാൻ. 18. മൂസായുടെ മീൻ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട്? കൂടുതൽ അറിവുള്ള ആളെ കണ്ടെത്താനുള്ള അടയാളമായി. 19. അതീന്ദ്രിയ ജ്ഞാനം ലഭിച്ച പണ്ഡിതൻ ആര്? ഖിദ്ർ അലൈഹിസ്സലാം. 20. യാജൂജ് മാജൂജിൽ നിന്ന് രക്ഷിക്കാൻ മതിൽ നിർമ്മിച്ച രാജാവ് ആര്? ദുൽഖർനൈൻ. 21. ഗുഹ എന്നർത്ഥമുള്ള അധ്യായം ആരംഭിക്കുന്നത് ഏത് വചനത്തോടെ?
അൽഹംദുലില്ലാഹ്. 22. ചന്ദ്രമാസവും സൗരമാസവും തമ്മിലുള്ള വ്യത്യാസം എത്ര? നൂറ് സൗരവർഷം 103 ചന്ദ്രവർഷം. 23. ദഖ്യാനൂസ് രാജാവ് മതസ്വാതന്ത്ര്യം നിഷേധിച്ചപ്പോൾ അവർ എടുത്ത തീരുമാനം എന്ത്? ഗുഹയിൽ ഒളിക്കുക. 24. ഗുഹയിൽ ദീർഘകാലം ഉറക്കത്തിലാക്കപ്പെട്ടതിന്റെ കാരണം എന്ത്? പുനർജീവിതത്തിന്റെ തെളിവായി. 25. ഖുറൈശ് പ്രമുഖർ പാവങ്ങളെ പുറത്താക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിയ ആയത്ത് ഏത്? ആയത്ത് 28. 26. വസാദ് മുർത്തഖ എന്നും ഹസുനത് മുർത്തഖ എന്നും പറയുന്നത് എന്തിനെക്കുറിച്ച്? നരകമിയും സ്വർഗവും. 27. ആദം നബിക്ക് സത്യ ചെയ്യാൻ വിസമ്മതിച്ചത് ആർ? ഇബ്ലീസ്. കൂടുതൽ ഇസ്ലാമിക് ക്വിസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.